ചിത്രീകരിക്കുന്നതിനിടെ വാഹനമിടിച്ച യുവാവിന് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽബിനാണ് മരിച്ചത്. കോഴിക്കോട് ബീച്ച് റോഡിലാണ് അപകടം. ഇത്ര ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്, ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലുള്ള ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോക്കാണ് പിടിച്ച് ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആളും പിന്നെ ഇവിടെ ഒരാളുണ്ട് തടിച്ചിട്ടുള്ള മൂപ്പരൊക്കെയാണ് ഇതിനുള്ളിലേക്ക് കയറ്റി വിടുന്ന ആൾക്കാർ. രണ്ട് ഒറ്റൊന്നില്ല. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത്, വണ്ടി അധികം ഗ്യാപ്പൊന്നുമില്ല. രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആൽബിന് ഈ ആൻഡ്രീന്റെ താഴത്ത്, ഈ ആൻഡ്രിയിലില്ലേ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. ഏതാ ഇടിച്ചെന്നുള്ളല്ല, മുമ്പിലേക്ക് നിൽക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് കിടക്കുന്നത്. ഇത് മറ്റേ വണ്ടിയാണ് ഈ വലതു ഭാഗത്ത് കിടക്കുന്നത്, മറ്റേ ഇടത് ഭാഗത്താണ്. എന്റെ പേര് ഹരിഹരൻ. അല്ല, അത് കണ്ടിട്ടില്ല. നമ്മൾ ഇടിച്ചിരിക്കുന്നതാ കണ്ടത് വണ്ടി. അടുത്ത് വണ്ടിയിലേക്ക് അവരെ വണ്ടി തന്നെ കയറ്റിയത്. അവരെ വണ്ടി തന്നെ ആകുമ്പോ ഫസ്റ്റത്തെ വണ്ടി ആ ബ്ലാക്ക് വണ്ടിയിലേക്കാണ് കയറ്റി വിടുന്നത്. നിങ്ങൾ നോക്കുമ്പോ ആള് എടുത്ത് ഞങ്ങൾ മൂപ്പര് സൈഡിൽ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുക, മൊത്തം ചോരൊക്കെ ആയിട്ട്. ഇല്ല, ഏത് റീൽസിന് ആരൊന്നും ഇല്ല. ഇവര് ആകെ ഇപ്പൊ ഉള്ള കാറില് ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാളും വേറൊരു ടീഷർട്ട് ഇട്ട ചങ്ങായി, ഇവര് മാത്രമാണ് അങ്ങനെ കാണുന്നത്. അല്ല, ആ ആൾക്കാരെ നമ്മൾ കയറ്റുന്ന വണ്ടിയിലേക്ക്. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട ആൾക്കാരും അമ്പലത്തിലുള്ള ആൾക്കാരുമാരാണ് ആ കുട്ടീനെ കയറ്റിയത്. അല്ലാണ്ട് വേറെ ഉള്ള ആൾക്കാരൊന്നും കയറ്റിയത്. വണ്ടിയിൽ നിറച്ച ആളൊന്നുമില്ല. വണ്ടി അങ്ങനെ ഞങ്ങൾ കാണുന്ന 3 പേരെ, ഒരു വെള്ള ഷർട്ട് ഇട്ട ആളും ഒരു ടീഷർട്ട് ഇട്ട ഈ 2 വണ്ടിയിൽ 2 ഡ്രൈവർമാരായിരിക്കുന്ന തോന്നുന്നത്. അല്ല, ആൽവിനടക്കം അങ്ങനെ തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് കയറ്റിയത്. ഒരേ ലെവലിൽ ഈ ബ്ലാക്ക് വണ്ടി കുറച്ച് മുന്നോട്ട് മുമ്പിലേക്ക് വേറെ ഒന്നല്ല. ആ കുട്ടി ഞങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചിരുന്നു അവരോട്, ആ വെള്ള ഷർട്ട് ഇട്ട ഒരു ചങ്ങാനും. അപ്പൊ അവര് പറഞ്ഞാൽ അവരെ കാക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി വിട്ടത്. ഇല്ല, ഞങ്ങള് വണ്ടി ഇപ്പുറം നിന്നതിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വണ്ടി എടുക്കേണ്ട സൈഡാക്കാൻ പറഞ്ഞപ്പോ അവര് ഇന്റെ കാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി വിട്ടുകൊടുക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി വിട്ടുകൊടുക്കില്ല. എന്താ ഇവിടെ അങ്ങനെ ആക്സിഡന്റുകൾ നടക്കുമ്പോൾ നമ്മളൊക്കെയാണ് അത്യാവശ്യം സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിങ്ങനെ കിടക്കുന്നുണ്ടപ്പോ തന്നെ ഞങ്ങൾ അറിഞ്ഞത് വണ്ടി വിടാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഒരു നിന്റെ കാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി വിട്ടു. മുഖമൊന്നും കാണില്ലായിരുന്നു, ഫുള്ള് ചോരയാണ് മുഖത്തൊക്കെ കുറച്ച്. കൂടുതൽ വിവരങ്ങളുമായി ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, എന്തായിരുന്നു സംഭവിച്ചത്? എന്താണ് ഈ ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്? രേഷ്മ, ആദ്യം തന്നെ ഈ നമ്മുടെ ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്ക് പോകാൻ എന്നോടൊപ്പം ഇപ്പോൾ ഈ സമയത്ത് ആ അപകട സമയത്തോടെ ഉണ്ടായിരുന്ന ആൾ ചേരുന്നുണ്ട്. ആ സമയത്തല്ല, അതിനുശേഷം ഇവിടെ എത്തിയ ആളുണ്ട്. ഫിറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ വരുമ്പോ എന്താണ് കണ്ടത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ ആ ലൈവ് കണ്ടിട്ടില്ല സാധനം. അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ പ്രകാരം കണ്ടതാണ്. അത് തന്നെ ഈ 2 വണ്ടി ഇയാൾ സെന്ററിൽ നിന്നിട്ട് വീഡിയോ ചെയ്യാണ്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി വന്ന് ഇയാൾ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അത് വീഡിയോയിലുള്ളതാണ്. 2 വണ്ടി ചെറിയൊരു ഗ്യാപ്പിൽ ഫ്രണ്ടിലും ബാക്കിലായിട്ട് കറക്റ്റായിട്ട് വരില്ല, 2 സൈഡിലായിട്ട് വരുന്ന സീനാണ് ആ വീഡിയോയിലുള്ളത്. അയാൾ സെന്ററിലാണ്, റോഡിന്റെ സെന്ററിലാണ് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാഹനത്തിൽ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അതിൽ ക്യാമറയിൽ വ്യക്തമായിട്ട് ഏത് വണ്ടിയാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ ക്യാമറ വീഡിയോ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്റെ ഫോണിൽ നിന്നുള്ളതല്ല, എനിക്ക് മറ്റൊരാൾ കാണിച്ചു തന്നതാണ്. കാരണം ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമുണ്ട് ആ ദൃശ്യം? അവര് വണ്ടിയിൽ എത്ര പേരുണ്ട് എന്നുള്ളത് കണ്ടിട്ടില്ല. പിന്നെ ഇയാള് ഒരാള് സെന്ററിലുണ്ട്. അത് റോഡിന്റെ സൈഡിൽ നിന്ന് സെന്ററിലേക്ക് വന്നിട്ട് എടുക്കുന്നതാണ്, വീഡിയോ എടുക്കുന്നതാണ് അതിൽ കാണുന്നത്. അതിൽ തട്ടി വീണ് അടിച്ച് തെറിച്ചു പോവാണ്. സാധാ ഒരു തട്ടി ലെവലിലല്ല, അടിച്ച് തെറിക്കുക. അപ്പൊ സ്പീഡിലാണ് വരുന്നത്. അതെ. രാവിലെ 7 മണി സമയത്തോടെ റോഡ് തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്. അതായത് ഇപ്പൊ ഇങ്ങനത്തെ വാഹനങ്ങള്, ബൈക്കുകള്, ഈ ലേഡീസ് ഉണ്ടല്ലോ ഇപ്പൊ ബൈക്ക്, ബുള്ളറ്റ് ഒക്കെ ഓടിക്കുന്നത്, അങ്ങനത്തെ റീൽസ് എടുക്കാനൊക്കെ അധികം രാവിലെ ഈ ഭാഗങ്ങളിൽ വരും ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് എന്താ പറയുക, നമ്മളെ ഈ സൈലൻസർ മാറ്റിയിട്ടൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രാവിലെ അങ്ങനെ ഓടിച്ചു പോകുന്ന അങ്ങനെ ഒരു റീലിന് വേണ്ടി വന്നായിരിക്കും. ഏകദേശം എത്ര 7:30 കൂടിയാണല്ലേ? 7 മണിന്റെ മുന്നാണ് സമയത്ത്. വീട് ഇവിടെ അടുത്താണോ? എന്റെ വീട് ഇവിടെ തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ്.
എന്തായാലും ഇതാണ് ഈ പ്രദേശവാസി പറഞ്ഞത്. അദ്ദേഹം ഈ സംഭവം നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബീച്ച് റോഡിലാണ്. ഈ റോഡിൽ വെച്ചാണ് ഈ സ്റ്റേഷന് ഏതാണ്ട് 100 മീറ്റർ മാറി ആ ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നേരത്തെ സംസാരിച്ച് നമ്മൾ പ്രതികരണം കേട്ടിരുന്നു. ദൃക്സാക്ഷിയും ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ട ഈ പ്രദേശവാസി എല്ലാം തന്നെ പറയുന്നത്. അതായത് 2 വാഹനങ്ങൾ, 2 ആഡംബര വാഹനങ്ങളാണ്. ഒന്ന് ഒരു ബെൻസ് വാഹനമാണ്, ഒന്നൊരു ഡിഫൻഡർ വാഹനമാണ്. ഈ 2 വാഹനങ്ങൾ ഒരേ ദിശയിൽ അത്യാവശ്യം വേഗതയിൽ വരുന്നു. ഈ സമയത്ത് വീഡിയോ ചിത്രീകരിക്കുകയാണ് ഈ അപകടത്തിൽ മരിച്ച യുവാവ്. 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റീൽസ് ചിത്രീകരണം അല്ലെങ്കിൽ ക്യാമറയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളാണ്. ഒരു പ്രൊഫഷനായി കണ്ട് ജോലി ചെയ്യുന്ന ആളാണ്. വടകര കടമേരി സ്വദേശിയായിട്ടുള്ള ആൽവിൻ TK. ആ സമയം ഈ 2 വാഹനങ്ങൾ ഒരേ ദിശയിൽ വരുന്നു. ഇദ്ദേഹം ഈ റോഡിന് നടുവിലായി നിന്ന് ക്യാമറ ഉപയോഗിച്ച് ഈ വാഹനങ്ങൾ വരുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നു. ഈ സമയത്ത് ഈ വാഹനങ്ങളിൽ ഒരു വാഹനം ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു. അതായത് പോലീസ് FIR പ്രകാരം ഈ ഡിഫൻഡർ വാഹനം ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പോലീസ് FIRലുള്ളത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നത് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റ ഉടനെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ റീൽസുമായി ബന്ധപ്പെട്ട് ആൽവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇതേ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നുമാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്.